തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നലെയായിരുന്നു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത 5 വർഷത്തേക്ക് കേരളം ഭരിക്കേണ്ട ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപൂർവ്വം നടന്നു എന്നുള്ളത് നമുക്കെല്ലാം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ജീവവായു എന്ന് പറയാം. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനും തീരുമാനങ്ങളിൽ പങ്കാളിയാകാനുമുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സന്തോഷം കൂടിയാണ്. എനിക്കും കൂടി ഈ രാജ്യം ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളിയാകുന്നു എന്നുള്ള സന്തോഷം ഓരോ പൗരനും നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്തായാലും അത് പൂർത്തിയായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സാധാരണ കാണാനുള്ളതുപോലെ സമര പരിപാടികളൊന്നും കാണുന്നില്ല. അടുത്ത മാസം 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നത്. പുതിയ സർക്കാർ അതിന് ശേഷമാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അധികാരത്തിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആവശ്യങ്ങൾ ഉന്നയിക്കാനും സമരം ചെയ്യാനും ഒക്കെയായിട്ട് ഒരിടവേളയാണ് എന്ന് നമുക്കിതിനെ കരുതാം. തെരഞ്ഞെടുത്ത ഗവൺമെന്റിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഴിമതിമുക്തമായ ഒരു ഭരണം, കാര്യക്ഷമമായ ഒരു ഭരണം, കാലവിളംബമില്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണം. അതാണ് എല്ലാ പൗരന്മാരും ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ സംബന്ധിച്ചൊക്കെ വാചാലരാകാറുമുണ്ട്. എന്നാൽ എല്ലാ അനുഭവങ്ങളും കാണിക്കുന്നത് വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ എന്നാണ്. ആരധികാരത്തിൽ വന്നാലും കാര്യങ്ങൾ പഴയതുപോലെ തന്നെ തുടരും. അഴിമതി തുടരും, അതുപോലെ തന്നെ കാലതാമസം തുടരും, കെടുകാര്യസ്ഥത തുടരും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സമയത്ത് പരിഹരിക്കപ്പെടുകയില്ല, അവരുടെ ആവലാതികൾ ജനാധിപത്യപരമായി കേൾക്കാൻ ആളില്ല തുടങ്ങിയ പരാതികൾ എപ്പോഴും ഉള്ളതാണ്. അത്തരം പരാതികളൊക്കെ പുതിയ ഗവൺമെന്റ് പരിഹരിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവര് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഭരണകൂടത്തെ ചലിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ വയോജന ജനസംഖ്യയിലുള്ള വർധനവാണ്. ഈ വർധനവ് നമ്മുടെ സാമൂഹ്യ രംഗത്തും കുടുംബരംഗത്തും പൊതുരംഗത്തും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുക്കുന്ന ഒരു സർക്കാർ, അവരുടെ സ്വത്തും ആരോഗ്യവും സംരക്ഷിക്കാൻ മുൻഗണന കൊടുക്കുന്ന ഒരു സർക്കാർ, അവരുടെ ഏകാന്തതയ്ക്കും വിരസതയ്ക്കും പരിഹാരമകറ്റി സന്തോഷകരമായ ഒരു വാർദ്ധക്യ ജീവിതം നയിക്കാൻ ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്ന ഒരു സർക്കാരായി പുതിയ സർക്കാർ വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിനായിട്ട് കാത്തിരിക്കാം.